നമസ്കാരം. ചായക്കൂട്ടിലേക്ക് സ്വാഗതം. ചായക്കൂട്ടിലെ ഇന്നത്തെ അതിഥി ഒരു സ്പെഷ്യൽ ആളാണ്. ഏകദേശം 40ഓളം യാത്രകളായി 83ഓളം ഹിമാലയൻ ഡെസ്റ്റിനേഷൻ കവർ ചെയ്ത ശ്രീ എം കെ രാമചന്ദ്രൻ സർ. ചായക്കൂട്ടിലേക്ക് സ്വാഗതം സർ. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത് ആദ്യത്തെ ചോദ്യം, നമ്മൾ ഒരുപാട് യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട് ഇവിടെ, ഹിമാലയത്തിൽ പോയതും അല്ലാതെയും. പക്ഷേ യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ കൊണ്ട് ഇത്രയധികം, അതും വിരലെണ്ണാവുന്ന ഗ്രന്ഥങ്ങൾ കൊണ്ട് ഇത്രയധികം മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ ഒരാളുണ്ടാവില്ല. അപ്പം എന്തുകൊണ്ട് എം കെ രാമചന്ദ്രൻ ഇത്രയധികം വ്യത്യസ്തനായിരിക്കുന്നു? ഒറ്റവാക്കിൽ പറഞ്ഞാൽ വായനക്കാർ പുസ്തകം ഇഷ്ടപ്പെട്ടു, വായിച്ചു, ഒരുപാട് പേരെ എഴുതുന്നുണ്ടല്ലോ പുസ്തകങ്ങൾ. അതുണ്ട്. അപ്പോൾ അങ്ങനൊരു മറുപടി പറയാം. ബട്ട് ഗഹനമായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ ഇതിൽ കുറേ പോയിന്റുകളുണ്ട്. ഒന്ന്, ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ബുക്ക് ഇറങ്ങിയത് 2003 കൈലാസ് മാനസരോവർ യാത്ര. പിന്നെ 2005 തപോഭൂമി ഉത്തരാഖണ്ഡ് ഇറങ്ങി. 2008 ആദ്യ കൈലാസ് യാത്ര ഇറങ്ങി. കഴിഞ്ഞ കൊല്ലം ദേവഭൂമിയിലൂടെ ഇറങ്ങി. ഈ ഒരു 10-11 വർഷത്തിൻ്റെ ഉള്ളിൽ 87ഓളം ഹിമാലയൻ യാത്രാ വിവരണങ്ങൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കൃതികളുണ്ട്, നിരവധി കൃതികളുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം ക്ലിക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അതെ, പക്ഷെ ഇത്രത്തോളം മലയാളി നെഞ്ചേറ്റിയ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് സാറിന്റെ തന്നെയാണ്, അതിനൊരു സംശയമില്ല. കാരണം ഇത്രയധികം എഡിഷൻസ് അത് കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ അതിന് ഒരു എന്താണ് അതിൽ സാറ് കാണുന്ന ഒരു വ്യത്യസ്തത? അതാ ഞാൻ പറഞ്ഞു വന്നു. രണ്ടാമത് ജനറലായിട്ട് പറയുമ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെട്ടു, വായിച്ചു. അത് കൂടാതെ ഹിമാലയൻ യാത്രയാകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഏറ്റവും ആകർഷിക്കപ്പെടുന്ന ഒരു ഘടകം നടന്നുകൊണ്ട് യാത്ര ചെയ്യലാണ്. സഞ്ചാരം പല വിധത്തിലുണ്ടാവാം. ഇപ്പം നമ്മൾ യൂറോപ്പ് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഓരോരോ എയർപോർട്ടിൽ ചെന്നിറങ്ങുന്നു, ക്യാബുകൾ വിളിക്കുന്നു, AC ക്യാബ് വിളിക്കുന്നു, ഡെസ്റ്റിനേഷൻ കാണുന്നു, പോകുന്നു, തിരിച്ചു വരുന്നു. ഇതാണത്. അവിടെ ഈ നടത്തം വളരെ കുറവാണ്. ഹിമാലയ ആവുമ്പോൾ അതിലേറ്റവും പ്രസക്തമായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സാധാരണഗതിയിൽ ഈ 4 ധാമങ്ങളിലേക്കാണ് ഹിമാലയ യാത്ര ചെയ്യുന്നത്. ചതുർധാമങ്ങൾ. ഹരിദ്വാർ, ഋഷികേശിൽ നിന്ന് യമുനോത്രി, ഗംഗോത്രി, ഗോമുഖ്, തപോവൻ, ഇതാണ് ഈ കേദാർനാഥ്. ഈ 4 ഡെസ്റ്റിനേഷൻ ശരിക്കും പറയണമെന്ന് വെച്ചാൽ ഒരു ആവറേജ് 280 കിലോമീറ്റർ ഋഷികേശിൽ നിന്ന് ദൂരമുണ്ട്. ഈ 4 ആംഗിളിലായിട്ടാണ് ഈ ധാമം കിടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഇടയ്ക്ക് വല്ല ബ്രേക്കിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് വാഹനം നിർത്തുന്നല്ലാതെ അങ്ങ് എത്തുന്നത് വരെ വാഹനത്തിൽ തന്നെയാണ് യാത്ര. അതിൻ്റെ ഇടയിൽ യമുനോത്രിയിലേക്ക് പോകുന്ന ഒരു 1.5 കിലോമീറ്റർ ട്രക്കിങ്ങും കേദാർനാഥിലേക്കുള്ള ഒരു 14 കിലോമീറ്റർ ട്രക്കിങ്ങുമാണ് വരുന്നത്. ഇത് തന്നെ തീർത്ഥാടകർ സാധാരണഗതിയിൽ ചെയ്യുന്നത് കോവർ കഴുത അല്ലെങ്കിൽ കുതിര, അതല്ലെങ്കിൽ എടുത്തു കൊണ്ടുപോകാവുന്ന രീതിയിലുള്ള ആളുകളുടെ അങ്ങനെ സഹായം തേടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ ചതുർധാമ യാത്രകളുടെ യാത്രാവിവരണം ആദ്യം ഞാൻ തുടങ്ങിയത് അതാണെങ്കിലും പിന്നീട് എനിക്ക് തോന്നി ഈ ബസ്സിൽ ഇത്രയും ദൂരം 10-280 കിലോമീറ്റർ ഇരുന്ന് അവിടെ ഒന്നും എഴുതാനില്ല, നത്തിങ്. ശരിയാണ്. പിന്നെ ചെല്ലുന്നത് ഈ സംവിധാനത്തിൽ ചെന്നിട്ട് കുറച്ച് നേരം അതിന് ബാക്കിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചതുർധാമ യാത്രകൾ ആദ്യം എഴുതി തുടങ്ങിയത് മാറ്റിവെച്ചു. അങ്ങനെയാണ് കൈലാസ് മാനസരോവർ ആദ്യം വരുന്നത്. പിന്നെ എൻ്റെ യാത്രയിൽ വ്യത്യാസം, പിന്നീട് ചതുർധാമൻ എഴുതാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ യമുനോത്രിയിൽ നിന്ന് യമുനോത്രിയുടെ ഉത്ഭവം തേടിയിട്ടുള്ള യാത്ര, അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ബന്ദർപഞ്ച് കൊടുമുടിയിൽ കൂടെ വനാന്തരങ്ങളിലേക്കുള്ള യാത്ര, ഗംഗോത്രിയിൽ നിന്ന് ഗോമുഖിലേക്കുള്ള യാത്ര, ഗോമുഖിൽ നിന്ന് തപോവൻ, നന്ദൻവൻ, ആ ഗാറ്റ്ലിംഗ് റുഡ്ഗൈറ ഗ്ലേഷ്യറൊക്കെ കഴിഞ്ഞ് സന്യാസിമാരെ കണ്ടെത്തുന്ന ആ യാത്ര, അതിൻ്റെ ഇടയിൽ ഉത്തരകാശിയിൽ നിന്ന് ഡോഡി തടാകത്തിലേക്കുള്ള ഹാർഡായിട്ടുള്ള ട്രക്കിങ്, അത് കഴിഞ്ഞ് ബദ്രിനാഥിൽ നിന്ന് മനാഗ്രാമം, പിന്നെ ഈ നരനാരായൺ പർവ്വതം, മറ്റ് ഗ്ലേഷ്യറൊക്കെ കടന്ന് സദോപന്ത് തടാകത്തിലേക്ക് എത്തുന്ന വരെയുള്ള യാത്രകളുണ്ടായി. അപ്പോൾ ഇതൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രക്കിംഗ് ജേണീസാണ്. ഈ സദോബന്ധ തടാകം എന്ന് പറയുന്നത്
ത്രികോണാകൃതിയിലുള്ള തടാകമല്ല, ത്രികോണാകൃതിയിലുള്ള. അത് മഹാഭാരത യുദ്ധകാലത്ത്, മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് അർജുനൻ ഈ പാപം തീർക്കാൻ വേണ്ടി മുങ്ങി കുളിച്ച തടാകം എന്നാണ് പറയുന്നത്. പുരാണങ്ങളിൽ പറയുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഇവിടെ തപസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രസക്തി അതാണ്. അപ്പോൾ ഇത്രയും യാത്രകൾ, ദുഷ്കരമായിട്ടുള്ള ഇത്രയും യാത്രകൾ വന്നതുകൊണ്ടാണ് ഞാൻ ഈ തപോഭൂമി ഉത്തരാഖണ്ഡ് എഴുതിയത്. പിന്നെ ഈ 5 ഡിവൈൻ യോഗികളായിട്ടുള്ള സംഭാഷണം അപൂർവമായിട്ടുള്ള സംഭവങ്ങളാണത്. അപ്പോൾ അതുകൊണ്ട് ഈ ചതുർധാമ യാത്രകൾ എഴുതി. അപ്പോഴും ഇതൊക്കെ നടന്നുകൊണ്ട് തന്നെ നിർവഹിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യ കൈലാസ യാത്ര വന്നപ്പോഴും ടു ആൻഡ് ഫ്രോ നടന്നുള്ള യാത്ര തന്നെയാണ്. അത് കഴിഞ്ഞ് ഹിമാചൽ പ്രദേശിലേക്ക് കടന്ന് 4ാമത്തെ ബുക്കിലേക്ക് വന്നപ്പോഴും എൻറ്റയർ ജേണി നടന്നുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ച പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ നടന്ന് യാത്ര ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഹിമാലയത്തിൻ്റെ ഒരു അനുഭൂതി മുഴുവൻ കിട്ടുള്ളൂ. മനസ്സിലായ ക്ലൈമറ്റ് അറിയാൻ പറ്റുള്ളൂ. മഞ്ഞ് ദേവഭൂമിയെക്കുറിച്ചുള്ള അടുത്ത വർണ്ണനകൾ നമുക്ക് തുടരാം. അതിനു മുമ്പ് ഹിമാലയത്തിൻ്റെ നിത്യപ്രണയിതാവായ ശ്രീ MK രാമചന്ദ്രൻ സാറിനെ കുറിച്ചുള്ളൊരു ലഘുചിത്രം നമുക്ക് കാണാം. യാത്ര ജീവിതത്തിൻ്റെ പുനർവായനയാണെങ്കിൽ സഞ്ചാര സാഹിത്യം മഹത്തായൊരു ജീവിതമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. യാത്രാ വിവരണ ശാഖയിൽ SK പൊറ്റക്കാട്ടിന് ശേഷം മലയാളത്തിലുണ്ടായ ശ്രദ്ധേയ രചനകളിൽ സവിശേഷമായ സ്ഥാനമാണ് MK രാമചന്ദ്രനുള്ളത്. ഹിമാലയം എന്ന അനുഭവം സാഹസികനായ ഈ പർവ്വത ആരോഹകൻ്റെ നിരന്തരമായ യാത്രകളിലൂടെ നാം വായിച്ചറിഞ്ഞു. ഉത്തരാഖണ്ഡിലൂടെ തപോഭൂമി ഉത്തരാഖണ്ഡ്, ആദി കൈലാസയാത്ര, ദേവഭൂമിയിലൂടെ എന്നിവയാണ് MK രാമചന്ദ്രൻ്റെ സഞ്ചാരകൃതികൾ. നാം അധിവസിക്കുന്ന ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ദൃശ്യവിസ്മയങ്ങളാണ് മാനസ സരോവരും കൈലാസപർവ്വതവും. പഞ്ചകൈലാസങ്ങളിലേക്ക് ഈ യാത്രികൻ നിർവഹിച്ച അതിസാഹസികമായ തീർത്ഥാടനങ്ങളുടെ ആത്മരേഖകളാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. ആദി കൈലാസവും ഹിമാലയത്തിൻ്റെ കിന്നോർ, മണിമഹേഷ്, ശ്രീഖണ്ഡ് മഹാദേവ് കൈലാസങ്ങളും ചതുർധാമവും സതോപന്ത് ടിബറ്റൻ പീഠഭൂമികൾ ഉൾപ്പെടെ 80ലേറെ ഹിമാലയ യാത്രകൾ നിർവഹിച്ച MK രാമചന്ദ്രൻ യാത്രയെ ജീവിതത്തിൻ്റെ നിയമമാക്കി മാറ്റുകയായിരുന്നു. കണ്ണും കാതും തുറന്നുള്ള ആ സഞ്ചാരം മലയാള സാഹിത്യത്തിന് നൽകിയത് പ്രകൃതിയിലേക്ക് കൺതുറക്കുന്ന സൗന്ദര്യ അനുശീലനത്തിൻ്റെയും സൗമ്യമായ സഹജീവനത്തിൻ്റെയും ബാലപാഠങ്ങളായിരുന്നു. നിത്യസഞ്ചാരിയായ ഈ എഴുത്തുകാരൻ്റെ യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ദേവഭൂമിയിലത്തെ യാത്രകൾ മുഴുവനും സിക്കിം ഹിമാലയത്തിൽ, ഈസ്റ്റേൺ ഹിമാലയത്തിലും ഹിമാചൽ പ്രദേശിലെ ഹിമാലയത്തിലും പെട്ട യാത്രകളാണ്. ഇത് മുഴുവനും നടന്നുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ചോദ്യം അതായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് ഇത്രയധികം റീഡബിലിറ്റി വരുന്നതെന്നാണ് ചോദ്യത്തിൽ. അപ്പോൾ ഇതിൽ പല ഘടകങ്ങളിൽ ഒന്ന് ഈ ദുഷ്കരമായ രീതിയിലുള്ള ഈ ട്രക്കിങ്. അത് ഇറ്റ്സ് എ ഗെയിം ഓഫ് ഡെത്ത് ശരിക്കും പറയണം. ഒരു ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള റിയലി അങ്ങനെയാണ്. അതൊന്ന്. രണ്ടാമത്, ഈ നടന്നു പോകുമ്പോൾ ഓരോ ഡെസ്റ്റിനേഷൻ, ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ വന്ന് നമ്മൾ വാഹന ഗതാഗതം കഴിഞ്ഞു, പിന്നെ അവിടുന്ന് മുകളിലോട്ട് ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. ഇതിൻ്റെ ഇടയിൽ കിലോമീറ്ററുകൾ നടന്ന് ഗ്രാമീണരുടെ ഇടയിൽ കൂടെ നടന്ന് ഈ ലക്ഷ്യത്തിലെത്തുന്നവർ അത്ര അധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ കാണുന്നത് നദികളുടെ ഒഴുക്കും, ഗ്ലേഷ്യറുകൾ, പിന്നെ ഹവലാൻഷ്, രാത്രിയിലത്തെ മഞ്ഞ് വീഴ്ച, കൂടാരങ്ങളിൽ ഉറങ്ങി, അല്ലെങ്കിൽ ചെറിയ ഡാബകളിൽ ഉറങ്ങി എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച്, അങ്ങനെ ഒരു യാത്രയാവുമ്പോൾ ഈ വായിച്ചു പോകുന്നവർക്ക് ഒരു കൃത്യമായിട്ട് ഒരു തുടക്കവും ഒരു യാത്രയുടെ ഒരു ഫീൽ കൃത്യമായി കിട്ടും. കാരണം ഒരു ഡെസ്റ്റിനേഷൻ കഴിഞ്ഞാൽ അടുത്തത് ഒരു ദിവസം, ഒരു പോകുന്ന ആളുടെ ഒരു ദിവസം എന്താണെന്ന് കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും ഓഡിയൻസ്. പിന്നെ വേറെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ പ്രകൃതി ഭംഗി. ഈ പ്രകൃതി ഭംഗി, അതിൻ്റെ നഗ്നമായ രീതിയിലുള്ള പ്രകൃതി ഭംഗി എന്ന് തന്നെ പറയാം. നഗ്നമായെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, മാനസരസിൻ്റെ തീരത്ത് വെച്ചിട്ട് ഒരു രാത്രി ഞങ്ങൾ അന്തി ഉറങ്ങുന്നുണ്ട്. അപ്പം പൂനിലാവിൽ കുളിച്ച് നിൽക്കുന്ന മാനസരസ്, സാഗരം പോലെ കിടക്കുന്ന സരസ്, പൂർണ്ണചന്ദ്രൻ ഏറ്റവും വലിയ രൂപത്തിൽ ഉദിച്ചു നിൽക്കുന്നു, ലക്ഷോപലക്ഷം നക്ഷത്രങ്ങൾ കണ്ണു ചീമ്പി
താഴോട്ട് നോക്കുന്നു. ഈ ചന്ദ്രബിംബം തടാകത്തിലേക്ക് ഇപ്പോൾ വീഴുന്നുള്ള മാതിരിയാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ മണലിലിരുന്നിട്ട് ഈ രംഗം കാണുമ്പോൾ യഥാർത്ഥത്തിൽ അപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് വാൽമീകി രാമായണത്തിൽ വാൽമീകി അന്തരീക്ഷത്തിൻ്റെ നഗ്ന സൗന്ദര്യം ആസ്വദിക്കുക എന്നുള്ളൊരു ശ്ലോകം ഉണ്ട്. അതായത് ചന്ദ്രകരസ്പർശ ഹർഷോന്മീലിക താരക അഹോരാഗവതി സന്ധ്യ ജഹാദി സ്വയമംബരം. അതായത് ജഹാദി സ്വയം എന്ന് വെച്ചാൽ വിവസ്ത്രമായിട്ടാണ് അന്തരീക്ഷം നിൽക്കുന്നത്, എക്സ്പോസിങ്. അപ്പോൾ അങ്ങനെ രീതിയിലുള്ള അമൂല്യമായിട്ടുള്ള അനുഭവങ്ങളും ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ അവർ രാത്രിയിലത്തെ മഞ്ഞ് വീഴ്ച, അവലാൻഷ്, അങ്ങനെയുള്ള പ്രകൃതിയുടെ ഭീകരമുഖങ്ങളുണ്ട്. ഇങ്ങനെ ഇതൊക്കെ നമ്മൾ കാണണമെങ്കിൽ ഈ യാത്ര നടന്നുകൊണ്ട് തന്നെ വേണം. നടക്കാതെ ഇതൊന്നും ഉണ്ടാവില്ല. ശരിയാണ്, മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ട്രാവലോഗിൽ യാത്രാ വിവരണങ്ങൾക്ക് അങ്ങനെയുള്ളൊരു പ്രകൃതിയെ അറിഞ്ഞ് യാത്ര ചെയ്യുന്ന, പ്രകൃതിയോട് അടുത്ത് നിന്ന് യാത്ര ചെയ്യുന്ന ഒരാളുടെ ഒരു അനുഭവ സാക്ഷ്യമാണ് അങ്ങയുടെ ബുക്ക്. അത് കഴിഞ്ഞാൽ വേറെ ഒരു വിഷയമുള്ളത് വേദപുരാണ ഇതിഹാസങ്ങളായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഭാരത സംസ്കാരമായിട്ട് ഇത്രയും ഇഴുകിച്ചേർന്ന ഇത്രയും സ്ഥലങ്ങളും ഈ സംസ്കാരമായിട്ട് ഇടകലർന്ന് കിടക്കുന്ന വിഷയങ്ങളും ഇതൊക്കെ തേടിയുള്ള യാത്രയാവുമ്പോൾ ഈ യാത്ര ചെയ്യുന്ന ആൾക്ക് ഇതേക്കുറിച്ച് സമഗ്രമായിട്ടുള്ള ഒരു അറിവുണ്ടാവണം. അതെ. ഓരോ സ്ഥലത്ത് വരുമ്പോൾ ഭീമസേനൻ്റെ ഭഗനെ കൊന്ന സ്ഥലം വരുമ്പോൾ നമുക്കത് ആ സന്ദർഭങ്ങൾ നമുക്ക് ഓരോന്നോരോന്ന് അങ്ങനെ വരണം. മഹാഭാരതത്തിലേക്കും ബാക്കിയുള്ള വിഷയങ്ങളിലേക്കും തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ചായക്കൂട്ടിലേക്ക് തിരിച്ചു വരാം. സർ, ഈ പൗരാണിക ഇതിഹാസ കഥകളിലുള്ള കഥാപാത്രങ്ങളും നമുക്ക് കഥാപാത്രങ്ങളായ ശരിക്കും അവർ നടന്ന വീതികളിലൂടെയൊക്കെ ഒരുപാട് നടന്നു. അപ്പോൾ ആ കഥ അറിയുന്നെങ്കിൽ മാത്രമാണ് ഇത് ആസ്വദിക്കാനും പറ്റൂ, അല്ലേ? അപ്പോൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു അറിവും കൂടെ ഉണ്ട് ഇങ്ങനെ ഒരു ഹിമാലയൻ യാത്രയിൽ. അപ്പോൾ ആ ഒരു അനുഭവത്തെക്കുറിച്ച് ഓരോ വഴികളും പിന്നിടുന്ന സമയത്ത് അനുഭവിപ്പിക്കുന്ന ആ കഥകളിലും അല്ലെങ്കിൽ കാളിദാസ കൃതികളിലും ഒക്കെ വന്നിട്ടുള്ള ഒരുപാട് വർണ്ണനകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്ന സമയത്തുള്ള ഒരു അനുഭവം അതെങ്ങനെയാണ്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന പോയിന്റ്. അതാണ്. അപ്പോൾ അതായത് പുരാണ ഇതിഹാസങ്ങളിലെങ്കിലും ഉപനിഷത്തുകളിലും ഒക്കെ ഒരുവിധം നമുക്ക് അറിവുണ്ടായിരിക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദി കൈലാസത്തിലേക്ക് പോകുന്നു. ഈ റൂട്ടിൽ കൂടെ ആണ് ഈ കുമാരസംഭവം കാളിദാസൻ്റെ രചന നടക്കുന്ന സ്ഥലമാണത്. അവിടെ സതീദേവി പാർവതീദേവി പരമശിവനെ തപസ് ചെയ്യുന്നു, ശിവന് പ്രത്യക്ഷമാക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ വഴി കൂടെ നടന്നു പോകുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഈ കർണികാരം പൂത്തൊലഞ്ഞ് കിലോമീറ്റർ കണക്ക് നീണ്ടു കിടക്കുന്നതാണ് മലഞ്ചെരിവുകളിൽ. അതിങ്ങനെ സ്വർണ്ണ നിറത്തിലുള്ള ഈ സ്റ്റീമക്കൊന്നാന്ന് അല്ല, മറ്റേ കണിക്കൊന്നാന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നു വർണ്ണപ്രകർഷേ സതികർണികാരം എന്ന് കുമാരസംഭവത്തിൽ കാളിദാസൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ നമ്മളത് കോട്ട് ചെയ്യുന്നു, വീണ്ടും മുന്നോട്ട് പോകുന്നു. അപ്പോൾ വേറെ അതുമാതിരിയുള്ള സന്ദർഭങ്ങൾ വരുന്നു. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഈ വായിക്കുന്ന ആൾക്ക്, വായനക്കാർക്ക് ഈ പുരാണ ഇതിഹാസങ്ങളിൽ കൂടിയുള്ള ഒരു ടച്ചും കൂടി ഇതിൽ കിട്ടും. അതെ, ആ അവർ നടന്ന വഴിയെ വീണ്ടും നമ്മൾ നടക്കുന്നു എന്നുള്ളൊരു ഒരു ഫീല്, അതൊരു മനോഹരമായൊരു ഫീലാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള വേറൊരു ചോദ്യം, ഈ ഹിമാലയൻ യാത്രകൾക്കിടയിൽ ട്രെക്കിങ്ങിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ആളുകളെ കാണാറുണ്ട്, പല ഗ്രാമീണരായിട്ടും അങ്ങനെയുള്ള ആളുകളായിട്ടും. അപ്പം അവർക്കിടയിലൊക്കെ ഉണ്ടായ ഏറ്റവും നല്ല ഒരു ആത്മസംതൃപ്തി എന്ന ഒരു മൊമെൻറ്റ്സ് ഒക്കെ അത് ഏതാണ്? ഈ യഥാർത്ഥത്തിൽ ഈ ട്രാവലോഗിൽ പലപ്പോഴും പരാമർശിച്ചിട്ടുണ്ട്, ബട്ട് വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടില്ല അത്തരം സന്ദർഭങ്ങൾ. കാരണം ഇപ്പം നമ്മൾ ഓരോ ലക്ഷ്യങ്ങളിലും, ഇപ്പോൾ കിന്നർ കൈലാസായാലും മണിമഹേഷ് കൈലാസായാലും ശ്രീകണ്ഠ മഹാദേവ് കൈലാസായാലും എല്ലാം പോകുമ്പോഴും ഈ നടന്നു ചോദ്യം, അതിന് മുമ്പ് എത്ര തരം കൈലാസങ്ങളുണ്ട്? എത്ര കൈലാസങ്ങളുണ്ട്? 5 കൈലാസങ്ങൾ. നമ്മൾ പക്ഷെ കേട്ടിട്ടുള്ള ഒരു കൈലാസത്തിനെ കുറിച്ചല്ല, 5 കൈലാസം ഉണ്ട് യഥാർത്ഥത്തിൽ. ഇത് ഞാനും ചൈനയിലത്തെ കൈലാസത്തിൽ പോയപ്പോൾ 1 മാത്രമേ എനിക്കറിയുള്ളൂ. പിന്നെ ആ യാത്രയിൽ മനസ്സിലായി ആദി കൈലാസമുണ്ട്. അപ്പോൾ അത് ചെയ്തു. ആദി കൈലാസം ചെയ്യുന്ന കാലത്താണ് ഈ ആ കുട്ടി വില്ലേജിലാകാം യോഗിനമ്മയായിട്ട് കാണുന്നതും
അങ്ങനെയാണ് ബാക്കി 3 കൈലാസങ്ങളും ചെയ്യുന്നത്. അത് ഹിമാചൽ പ്രദേശിലാണ്. അതാണ് ദേവഭൂമിയുടെ രണ്ടാം ഭാഗം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് അപ്പോൾ ഏറ്റവും കൂടുതൽ നിർവൃതി അനുഭവിച്ച ഒരു അതെ. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഡെസ്റ്റിനേഷനിലേക്കാണ് നടന്നു പോകുന്നതെങ്കിലും പലപ്പോഴും ഓരോ ദിവസം മുന്നേറുമ്പോഴും ഗ്രാമങ്ങൾ കടന്നു പോകും. ചെറിയ ചെറിയ ഗ്രാമങ്ങൾ. ഇവിടെയൊക്കെ ഗ്രാമീണർ താമസിക്കുന്നുണ്ട്. ഒരുപക്ഷെ അടിവാരത്തിൽ നിന്ന്, അതായത് വാഹനഗതാഗതം ലഭ്യമാകുന്ന അടിവാരത്തിൽ നിന്ന് 9 ദിവസം, 10 ദിവസം, 11 ദിവസം, 12 ദിവസം വരെ നടന്നാൽ എത്താവുന്ന ഗ്രാമങ്ങളുണ്ട്. ഈ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ഗ്രാമീണർ ഒരു രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഏജൻസികളും ഇവരെ തിരിഞ്ഞു നോക്കും. കാരണം എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിർത്തി പ്രദേശങ്ങളായ കാരണം അതിൻ്റേതായിട്ടുള്ള കുറേ സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഓൺ വേല് നമ്മൾ ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ നമ്മൾ അന്തി ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ തങ്ങുമ്പോൾ അവിടെ അപ്പോഴാണ് ആ ശോചനീയ അവസ്ഥ മനസ്സിലാവുന്നത്. ചിലപ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പുണ്ടായ അവലാൻഷിൽ അവരുടെ കുടിൽ തകർന്നു പോയിണ്ടാവും. അതല്ലെങ്കിൽ അവരുടെ കൃഷികൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടാവും. രോഗം വന്ന അല്ലെങ്കിൽ പരിക്ക് പറ്റി മരിച്ചിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള ഇത് നമ്മൾ യാത്രാ മധ്യേ കേൾക്കുമ്പോൾ ആ കുടിൽ റിപ്പയർ ചെയ്ത് കൊടുക്കാനുള്ളൊരു സംവിധാനം നമ്മൾ ആ ഗ്രാമത്തലവനെയൊക്കെ കണ്ട് ചെയ്തു കൊടുക്കും. അപ്പോൾ ഞങ്ങൾ ഇപ്പം അതെ. അപ്പോൾ ഒരു മാസം യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ വീട്, ഈ കുടിൽ ശരിയായിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിരന്ന് നിൽക്കുന്ന, കൈയൊക്കെ തൊഴുത് നിരന്ന് നിൽക്കുന്ന ഗ്രാമീണരും അവരുടെ മക്കളും ഇത് നമ്മളിൽ വല്ലാത്തൊരു സംതൃപ്തി ഉണ്ടാക്കും. ഇതൊക്കെ ഇതുപോലെ വേറെ അതേമാതിരി ഉണ്ട്. ജൊളിങ്കോങ്ങിലേക്കുള്ള യാത്ര, ആദ്യ കൈലാസത്തിലേക്ക് വിജനമായ ഈ മഞ്ഞുഭൂമികളെ കൂടെ ദിവസങ്ങളോളം നടന്ന് ഞങ്ങളെല്ലാം ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് മുമ്പ് അവിടെ ഒരു ആട്ടിടയൻ ബോയെ കണ്ടുമുട്ടാണ്, പ്രേം സിംഗ് യാക്കി. അപ്പോൾ ഒരു ഒറ്റ കുടിലിൽ ഒരു 500ഓളം ആടുകളെ മേച്ച് ഒരു 12-13 വയസ്സായൊരു കുട്ടി. അപ്പോൾ ഞാൻ അവൻ്റെ കൂടാരത്തിൽ ചെന്ന്, ഞാനിത് ആദ്യ കൈലാസ യാത്രയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതെന്നെ വല്ലാതെ ഹർട്ട് ചെയ്തു. കാരണം അവൻ പഠിക്കാൻ സമർത്ഥനായിരുന്നു. ആ പഠനമൊക്കെ ഉപേക്ഷിച്ച് അവൻ്റെ ഫാദർ ഒരു ലാൻഡ് സ്ലൈഡിൽ മരിച്ചു. പഠനം ഉപേക്ഷിച്ച് വീട്ടിലെ അമ്മയും പെങ്ങന്മാരെയും 2-3 പെങ്ങന്മാരെയും മുത്തച്ഛനെയൊക്കെ നോക്കാൻ വേണ്ടി അവൻ ആട്ടിടയനാവുകയാണ്. ഇത് നാട്ടിലെത്തുമ്പോഴും ഇതെന്നെ എപ്പോഴും ഹർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാനിതിന് ഒരു സഹായം അവന് ചെയ്യണം. എന്നിട്ട് ഞാൻ ഇവനൊരു മണി ഓർഡർ അയച്ചപ്പോൾ അത് മടങ്ങി വന്നു 1 മാസം കഴിഞ്ഞിട്ട്. ആൾ സ്ഥലത്തില്ല. പിന്നെ ഇതിന് എന്ത് സഹായം ചെയ്യണം? അപ്പോൾ ഇവന് സഹായിക്കാൻ വേണ്ടി സന്നദ്ധരായിട്ടുള്ള കുറേ നല്ല മനുഷ്യരെ നമ്മുടെ ഗൾഫിലുള്ളവരും കേരളത്തിലുള്ളവരൊക്കെ തയ്യാറായി. ആ ഇടയിലാണ് ഈ ശാന്തി സൗഖ്യാണി എന്ന് പറയുന്ന ആ യോഗിനിയമ്മ മരിക്കുന്നത്. അപ്പോൾ അവർ മരിച്ചപ്പോൾ എന്നെ അറിയിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഉടനടി ഇവരുടെ ദർച്ചിലയിൽ പോയി ഇവരുടെ ആ യോഗത്തിൽ പങ്കെടുത്തു. ഇത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടുന്ന് ഒരു 3 ദിവസം നടന്നാൽ ഈ പ്രേംസിംഗിൻ്റെ ഗ്രാമത്തിലെത്താം. അപ്പോൾ ഞാൻ ഒരാളെ സഹായിയെ കൂട്ടിയിട്ട് ഇവൻ്റെ ഗ്രാമത്തിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇവൻ്റെ വീട് കുടിലൊക്കെ പൊളിഞ്ഞ് തകർന്നു. ഇവൻ്റെ അമ്മയും പെങ്ങളൊക്കെ മുത്തച്ഛനൊക്കെ എവിടെയോ അഭയം തേടിക്കുന്നു. ഈ കുട്ടി കുതിരക്കാരനായിട്ട് പോയിക്കാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ ഗ്രാമീണ തലവനെ കണ്ട് ഈ കുട്ടിയെ കിട്ടിയാൽ എന്നെ അറിയിക്കാൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്ത് അടുത്ത പോസ്റ്റ് ഓഫീസിൽ ഫോൺ സൗകര്യമുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് കാത്തകോടത്ത് വന്ന് അവിടുത്തെ കൊമ്മ്യൂൺ മണ്ഡൽ വികാസ് നിഗമിൻ്റെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമ്പോൾ എന്തിനാണ് ഇത്ര ഒറ്റപ്പെട്ട സ്ഥലത്ത് വന്നതെന്ന് കാഷ്വലായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ അവിടുത്തെ മാനേജറോട് പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടി അന്വേഷിച്ച് വന്നതാണ്. അയാൾക്കത് വളരെയധികം ഫീൽ ചെയ്തു. അപ്പോൾ ഒരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം, നമ്മളൊക്കെ ഇവിടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ടല്ലോ കേരളത്തിലൊക്കെ, അതേമാതിരിയുള്ളൊരു പോസ്റ്റ് തന്നെ അങ്ങോരടി. ബട്ട് അങ്ങേരെ എന്ത് ചെയ്തു വെച്ചാൽ മിസ്റ്റർ പാണ്ഡെ എന്നാണ് പേര്, ഈ കുട്ടിയെ കണ്ടുപിടിച്ച് ഗസ്റ്റ് ഹൗസിൽ ഞങ്ങൾ കൊണ്ടുവരാം, എന്നിട്ട് നിങ്ങൾ സാറിനെ അറിയിക്കാം, അപ്പോൾ വന്നാൽ മതി. 1 മാസത്തിനുള്ളിൽ ഇവർ ഈ കുട്ടിയെ ഡിറ്റക്ട് ചെയ്തു, എന്നെ വിരറിച്ചു. ഞാൻ ചെന്നപ്പോൾ അവിടെ വലിയൊരു യോഗം അവർ സംഘടിപ്പിച്ചിരുന്നു, ടൂറിസം ഡയറക്ടർ അങ്ങനെയുള്ള ആൾക്കാരുകളൊക്കെ. ആ യോഗത്തിൽ വെച്ചിട്ട് ഈ കുട്ടിക്ക് 25,000 രൂപ കൊടുത്തു. അപ്പോൾ 25,000 ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അത്ര വലിയ സംഖ്യ അല്ലെങ്കിലും മലമുടക്കുകളിലൊക്കെ
അത് വലിയ കാര്യമാണ്. അതെ, ശരിയാണ്. കാരണം അപ്പോൾ ഈ കുട്ടിയുടെ എന്താണ് ആവശ്യമെന്ന് മീഡിയക്കാർ ഇവരെ ഇൻ്റർവ്യൂ ചെയ്തൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു എനിക്കൊരു കോവർ കഴുത വാങ്ങിക്കണം. അപ്പോൾ അവിടെ ഒരു കോവർ കഴുത ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു നാഷണൽ പെർമിറ്റ് ലോറിയുള്ള ഗമയാണ് ഒരു കഴുതയുടെ ഓണറായല്ലേ. അങ്ങനെ അവർ 16,000-17,000 രൂപ ഒരു കഴുതയ്ക്ക് വില വരും. ഇതൊന്നും ഇവർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. എനിവേ ഇവന് ധനസഹായം ചെയ്തു. എനിക്ക് വേറെ അവിസ്മരണീയമായ അനുഭവം പിറ്റേ ദിവസം ഉണ്ടായി. പിറ്റേ ദിവസം ഞാൻ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്, തിരിച്ചു വരികയാണ്. അപ്പോൾ ആലിൻ്റെ ചോട്ടിലൊരു ഡാബയുണ്ട്. അപ്പോൾ അവിടെ ഗ്രാമീണർ നിരന്നിരുന്ന് ചായ കുടിക്കുന്ന. അപ്പം ഞാൻ വിചാരിച്ചൊരു കപ്പ് ഓഫ് ടീ കഴിച്ച് പോവാം. ഞാൻ ചെന്ന് അങ്ങനെ ഒരു സ്റ്റൂളും ഇരുന്നപ്പോൾ എല്ലാവരും എന്നെ ഉറ്റു നോക്കുന്നുണ്ട്. ചിലർ അടക്കം പറയുന്നുണ്ട്, ചിലർ ചിരിക്കുന്നുണ്ട്. അവസാനം എന്താ സംഭവിച്ചു മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഇവർ ഇന്നലെ ഫംഗ്ഷൻ വന്ന കാരണമാവുമെന്ന്. അല്ല, അന്നത്തെ ആ ഹിന്ദി പത്രത്തിലെ ഫ്രണ്ട് പേജിൽ ഞാൻ ഈ കുട്ടിക്ക് 25,000 രൂപ കൊടുക്കുന്ന ഫോട്ടോ ഉണ്ട്. മനസ്സിലായോ? എന്നിട്ട് ഇവരെല്ലാവരും എൻ്റെ ചുറ്റും കൂടി നിന്ന് മധുരപലഹാരങ്ങൾ ഓഫർ ചെയ്യുന്ന ആ ഗ്രാമീണരുടെ സ്നേഹം, അതാ ഞാൻ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് കഴിഞ്ഞു. എന്നിട്ട് ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു വെച്ചാൽ, എന്നാലും ഇത് മുഴുവനുള്ളൂ. ഈ പേപ്പറിലും മീഡിയയിലും വന്ന ന്യൂസ് ഒരു ആർമി കേണൽ വായിച്ചു. ഓൾ ദ വേ ഫ്രം കേരള ഒരു മനുഷ്യൻ ഒരു ഹിമാലയൻ മലവണക്കിലൊരു കുട്ടിക്ക് സഹായം എത്തിക്കാൻ വന്നു. ഈ ന്യൂസ് വായിച്ചിട്ട് ഈ ആർമി കേണൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് നിർദ്ദേശം കൊടുത്തു, ടേക്ക് ദിസ് ബോയ് ആൻഡ് ബ്രിങ് ഹിം. അവർ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. ഇങ്ങോട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ദാർച്ചുല മുതൽ നബിദാങ് വരെ കിടക്കുന്ന 10 ദിവസത്തെ യാത്രയുണ്ട്, ട്രക്കിംഗ്. ഇവിടെയൊക്കെ ആർമി ക്യാമ്പുകളുണ്ട്. ഇവിടേക്കുള്ള A to Z റേഷൻ സാധനങ്ങൾ ഇതൊക്കെ ആദ്യത്തെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ കുതിരപ്പുറത്തും കഴുതപ്പുറത്താണ്. അപ്പോൾ ഇതിനൊക്കെ കോൺട്രാക്ട് സംവിധാനങ്ങളാണ്. എല്ലാം ഇതൊക്കെ മറികടന്ന് ഈ കേണൽ ഈ പയ്യനൊരു സബ് കോൺട്രാക്ട് കൊടുത്തു. അപ്പോൾ കുറച്ച് ജീവിതങ്ങൾ അപ്പോൾ തന്നെയല്ല അതിൽ പിന്നെ ഇതുണ്ടായ സംഭവം എന്ന് വെച്ചാൽ അനദർ 6 months അവൻ വേറൊരു കുതിര വാങ്ങിച്ചു. മനസ്സിലായ? അപ്പോൾ നമുക്കിതിലുള്ള സാറ്റിസ്ഫാക്ഷൻ എന്താ വെച്ചാൽ ഈ കുട്ടിക്ക് കാശ് ഡൊണേറ്റ് ചെയ്യാൻ പലരും തയ്യാറായി അവരുടെ ഒക്കെ സംതൃപ്തി ഉണ്ട് അതിൽ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഹിമാലയൻ യാത്ര എന്ന് പറയുമ്പോൾ മുഴുവനും യാത്ര മാത്രമല്ല അല്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, നമുക്ക് സ്വയം തോന്നുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. എന്തായാലും നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ചായക്കൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇനി വേറൊരു വിഷയത്തിലേക്ക് വരാം. ഹിമാലയത്തിനോട് അടങ്ങാത്ത പ്രേമമല്ലേ ഹിമാലയം. ഇത്രയധികം തവണ ആരും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇപ്പോൾ ആ പ്രണയം എവിടെ എത്തി നിൽക്കുന്നു? ഒരുപാട് കണ്ടു, ഇനി എങ്ങോട്ടാണ് യാത്ര? അപ്പോൾ പ്രണയം എന്നുള്ള വാക്ക് എന്ന് പറയുമ്പോൾ ശരിയാണ്, പ്രണയം തന്നെയാണ്. അപ്പോൾ ഈ പ്രണയം അതിൻ്റെ കൺക്ലൂഡിങ് സ്റ്റേജിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. കാരണം അത്രയധികം ഭാരതഭൂമിയിലേക്ക് 5 ഫേസ് ഉണ്ട് ഹിമാലയത്തിന്. ഈസ്റ്റേൺ ഹിമാലയം, ജമ്മു കാശ്മീർ ഹിമാലയം, ഹിമാചൽ പ്രദേശ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, ഗഡ്വാൾ ഹിമാലയം. അപ്പോൾ മൊത്തം ഹിമാലയത്തിൻ്റെ 30% ഭാരതഭൂമിയിലേക്കാണ്. ഇതിൽ ഏതാണ്ട് ഒരു 90% സ്ഥലങ്ങളും ഞാൻ കവർ ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ്. പക്ഷേ രചന വന്നിരിക്കുന്നത് മേ ബി ഒരു 25% പോലും രചനയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഉണ്ട്, വാഹനത്തിലിരുന്ന് യാത്ര ചെയ്തിട്ട് ട്രാവലോഗ് എഴുതാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, എന്നിട്ട് ശ്രമിക്കില്ല. അപ്പോൾ അതല്ലെങ്കിൽ റിച്ച് എക്സ്പീരിയൻസുകൾ കാശിയിലും മറ്റ് പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. കാശിയിലത്തെ മാത്രം ഞാനൊരു അനക്സറിൽ ഉൾപ്പെടുത്തി കളഞ്ഞതിൻ്റെ കാരണം കൂടി അതാണ് 4ാമത്തെ ബുക്കിൽ ആഘോറി സന്യാസിമാരെ കുറിച്ചുള്ളൊരു അതൊരു അനക്സറാക്കി മാറ്റുണ്ടായി. അപ്പോൾ കാശിയിലേക്ക് അങ്ങനെയൊന്നും ട്രാവലോഗ് എഴുതാനുള്ള ഒരു സ്കോപ്പില്ല അതിനൊന്നും. പിന്നെ ഈ എഴുതണം എന്ന് വെച്ചാൽ വെറുതെ അങ്ങനെ എഴുതി കൂട്ടാ, അതുകൊണ്ട് കാര്യമില്ലല്ലോ, നമുക്കൊരു സംതൃപ്തി വേണമല്ലോ. അപ്പോൾ ഈ ഹിമാലയത്തോടുള്ള പ്രണയം എന്ന് പറയുമ്പോൾ അത് കുറച്ചൊക്കെ സ്ഥലം കൂടി നല്ല ഏരിയകൾ ഇനിയും കവർ ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് ഈ 4ാമത്തെ ബുക്കിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഹിമാചൽ പ്രദേശിൽ ഇനിയും കവർ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് മാർച്ച് ഏപ്രിൽ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇപ്പോൾ അടുത്ത
ഇനിയുള്ള യാത്ര എങ്ങോട്ടാണ്? ഇനിയുള്ള യാത്ര ഇപ്പോൾ ഈ കഴിഞ്ഞ യാത്ര ഹിമാചൽ പ്രദേശിലേക്ക്, അതിപ്പോൾ ബുക്കായിട്ടില്ല, അടുത്ത 5ാമത്തെ ബുക്കിലേക്ക് വരാനുള്ളതാണ്. ആ 2 യാത്രകളും അവിസ്മരണീയമായിരുന്നു. ഒന്ന് ഹിമാചൽ പ്രദേശിലെ വേദവ്യാസ മുനി ജനിച്ച ദ്വീപുണ്ട്. ഒരു ഐലൻഡിലാണ് വേദവ്യാസം ജനിക്കുന്നത്. കാരണം സത്യവതി ഒരു തോണിക്കാരിയായിട്ട് കടത്തുന്ന സ്ത്രീയാണ്. അപ്പോൾ പരാശരമുനി ഇതിൽ കയറുന്നു. നദീമധ്യത്തിലെത്തിയപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഉത്തമ മുഹൂർത്തമാണ്, ഈ മുഹൂർത്തത്തിൽ ഒരു സന്താന ഭാഗ്യത്തിന് നിനക്ക് യോഗമുണ്ട്. അങ്ങനെയാണല്ലോ ഈ മഹർഷി ശക്തി കൊണ്ട് മറയ്ക്കുന്നു. സത്യവതിയിലെ വേദവ്യാസം ഉണ്ടാവും. ഈ ദ്വീപ് അന്നത്തെ ആ ദ്വീപിൻ്റെ ഒരു കഷ്ണമാണെന്ന് പറയുന്നു. ഇപ്പോൾ ഒരു അർദ്ധ വൃത്താകൃതിയിൽ ഒരു 400-450 സ്ക്വയർ ഫീറ്റോളം വിസ്തീർണമുള്ള ഒരു ഐലൻഡ് ഈ സ്ഥലത്ത് ഇപ്പോഴും ഒഴുകുന്നുണ്ട്. കാരണം ഇവിടെ ഒരു പുരാതനമായിട്ടുള്ള ക്ഷേത്രമുണ്ട്. ഈ പരാശര മുനിയുടെയാണ് മെയിൻ പ്രതിഷ്ഠ. അതിൽ ഇപ്പോൾ അതൊക്കെ ഈ ഗവൺമെൻറ്റൊക്കെ ഇടപെട്ടിട്ട് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വിശാലമായ തടാകം ഇന്നുണ്ട്. അപ്പോൾ ഈ ബിയാസ് നദി ഇതിൻ്റെ അപ്പുറത്ത് 4 കിലോമീറ്റർ അപ്പുറത്ത് കൂടെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ബിയാസും ഗംഗയും ഇങ്ങനെയുള്ള നദികളൊക്കെ ഒന്നായിരിക്കാം. അപ്പോൾ ആ ഗംഗയുടെ ഭാഗമായിരുന്നിരിക്കാം ഇപ്പോൾ ഈ കാണുന്ന ഈ തടാകം. ഈ തടാകത്തിലാണ് ഞാൻ പറഞ്ഞത് ഈ വിസ്തീർണമായിട്ടുള്ള ഇത് ഒഴുകി നടക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ സൈറ്റിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ എത്തിപ്പെടാൻ അത്ര അധികം ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഈ പരാശർ ലേക്ക്. അപ്പോൾ കഴിഞ്ഞ മാർച്ചിൽ, അതും ഓഫ് സീസണിൽ, ഈ ഓഫ് സീസണിൽ യാത്ര ചെയ്യാന്നുള്ളതും ഒരു ഇതാണത്. അതായത് റിസ്ക്കാണ്. പക്ഷെ എന്നാലേ അത് നമുക്കിത് മുഴുവൻ തരും. കാരണം ബാക്കിയുള്ള സഞ്ചാരികളുടെ കൂടെ അല്ലാതെ ഒരു ഒറ്റയ്ക്ക് അല്ലെങ്കിൽ സ്വന്തം ഒരു ഇഷ്ടത്തിന് ഒത്ത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതല്ല ശരിക്കും സീസണിൽ നമുക്ക് ഹിമാലയത്തിന് ഒരു പരിധി വരെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പരിധി വെച്ചാൽ പൂക്കളുണ്ടാവും. വസന്തകാലം തുടങ്ങുന്നു, പൂക്കൾ വിരിയുന്നു, നദികളിലെ ഒഴുക്കിന് വ്യത്യാസം വരുന്നു, ദേവദാരു തുടങ്ങിയ മരങ്ങളൊക്കെ പൂത്ത് വരുന്നു. അത് അതിൻ്റേതായൊരു ബ്യൂട്ടി. എവിടെ നോക്കിയാലും പച്ച കാർപ്പറ്റ് വിരിച്ച പോലുള്ള താഴ്വരകൾ, അത് ഒരു ബ്യൂട്ടി. ബട്ട് ഓഫ് സീസണിലെ ഈ സ്നോ കാപ്ഡ് മൗണ്ടൻസ് ഓരോ ഭാഗങ്ങളും 10-15 അടി മഞ്ഞ് വന്നു മൂടും. സാധാരണ ഈ സ്ഥലങ്ങൾ ഇപ്പോൾ ഇവിടെ ഗ്രാമീണർ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇൻ ബിറ്റ്വീൻ. അവരുടെ വീടുകളൊക്കെ ഈ മഞ്ഞ് വന്നു മൂടി പോകും. അപ്പോഴും അവരതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട്. പുറത്തേക്ക് ഒരു 20 ഇഞ്ചിൻ്റെ 2 പൈപ്പ് പുറത്തേക്ക് ഇട്ട് നിർത്തി വായുസഞ്ചാരത്തിന് 6 മാസത്തോളം ഈ കുടിലിൽ ജീവിക്കുന്ന ഗ്രാമീണരുണ്ട്. അതൊരു ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥ. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഓഫ് സീസണിൽ അല്ലെങ്കിൽ കൂടുതൽ സഞ്ചാരികളല്ലാത്ത അല്ലെങ്കിൽ മഞ്ഞുമൂടി കിടക്കുന്ന ആ സമയത്ത് തന്നെ പോകണം. അതൊരു നല്ലൊരു അതാണ് പറഞ്ഞ വ്യത്യാസം. അതാണ്. പിന്നെ രണ്ടാമത്തെ വ്യത്യാസം എന്താ വെച്ചാൽ ഓഫ് സീസണിൽ ഈ മഞ്ഞുമലകൾ ഇതുമാതിരി അക്യുമുലേറ്റ് ചെയ്ത് ഇത്രയും വലിയ ഇതിൽ വരുന്നു. അവലാൻഷ്, മഞ്ഞുകാറ്റ്, മഞ്ഞ് കൊടുങ്കാറ്റ്, അതുമാതിരി തന്നെ മഞ്ഞിൻ്റെ ഈ രാത്രിയിലുണ്ടാകുന്ന എല്ലാ ഭീകര മുഖങ്ങളും മഞ്ഞുഭൂമിയുടെ അത് കാണണമെങ്കിൽ ഓഫ് സീസണിൽ യാത്ര പോകാൻ പറ്റുള്ളൂ. മഞ്ഞുണ്ടാക്കുന്ന പ്രശ്നങ്ങളും സന്തോഷങ്ങളും കാഴ്ചകളും ആ ലാൻഡ്സ്കേപ്പുകളും ഒക്കെ മഞ്ഞിന്റെ ഒരു ചിത്രം കാണണമെങ്കിൽ ഒരു -25-30-35 ഉള്ള തണുപ്പ്. അപ്പോഴും ഞങ്ങൾ ഈ കൂടാരങ്ങളിൽ അന്തിയുറങ്ങി സ്ട്രഗിൾ ചെയ്ത്. ഇപ്പോൾ ദാ മണിമഹേഷ് കൈലാസ് യാത്ര, ശ്രീകണ്ഠ മഹാദേവ് യാത്ര, കിന്നർ കൈലാസ് യാത്ര, ഇതൊക്കെ ഓഫ് സീസണിലാണ്. ഈ ശ്രീകണ്ഠ മഹാദേവ് യാത്രയ്ക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ശ്രാവണത്തിലെ സംക്രമത്തിന് അത് മിക്കവാറും ജൂലൈ 23-24 ആവും. ഒരു ദിവസേ ഈ 21,000 അടി ഹൈറ്റിലെത്തി ഈ താഴെ നിന്ന് പൂജാരിമാർ ഒരു ദിവസം വരുള്ളൂ ഈ ശ്രാവണ സംക്രമ മുഹൂർത്തത്തിൽ. അപ്പോൾ അതിന് പാകത്തിന് ഒരു 10 ദിവസം മാത്രമേ ഈ യാത്രാമാർഗം തുറക്കുള്ളൂ. അത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രക്കിംഗ് റൂട്ടാണ് ഹിമാലയം. അപ്പോൾ അപ്പോൾ തോരാത്ത മഴ, ശ്രാവണത്തിൽ മഴയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രകൃതിയുടെ ഇത് മഴ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന മഴയൊന്നല്ല ശരിക്കും ഡീപ്പ് ഹിമാലയത്തിൽ. ഇപ്പം ക്ലൗഡ് ബർസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അത് സ്വാഭാവികമാണ്. പക്ഷേ ത്രൂ ഔട്ട് നിന്ന് ടൊറൻഷ്യൽ റെയിൻ എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഒരു ഇതില്ലാതെ നിന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയൊക്കെ കാണണമെങ്കിൽ ഈ ഓഫ് സീസണിൽ.
ഞാനിപ്പോൾ ഓർക്കുന്നു ഉത്തരാഖണ്ഡിലൂടെ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ കൈലാസത്തിൻ്റെ ഒരു 70 അടി ദൂരത്ത് നിന്നിട്ട് കൈലാസത്തിൻ്റെ മുകളിൽ വെള്ളം വീഴുന്ന ഒരു അവസ്ഥ വർണ്ണിച്ചിട്ടുള്ള എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ആ ഒരു എക്സ്പീരിയൻസ്. പക്ഷേ 70 അടി അടുത്ത് എത്തിയ ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ? അത് ഇതെങ്ങനെ പോസിബിൾ ആയെന്ന് എനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അവിടെയുള്ളൊരു ബുദ്ധ സന്യാസിയാണ് ഈ ഇൻഫർമേഷൻ നമുക്ക് തന്നത്. അപ്പോൾ ഭാഷയുടെ പ്രോബ്ലം കാരണം ആംഗ്യം കൊണ്ടൊക്കെ കാണിച്ചതും ജാമ്പിയങ് പീക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ അത് ആ ക്യാമ്പിൻ്റെ നോർത്ത് വെസ്റ്റ് സൈഡിലാണ് ഈ പീക്ക്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ആലോചിക്കുന്നില്ല, ഞങ്ങൾ രണ്ടുപേർക്ക് കൂടി കയറുന്നു, മുകളിലെത്തുന്നു, ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു, മുകളിലെത്തുന്നു. അപ്പോൾ 70 അടി എന്നുള്ള കാരണം വെച്ചാൽ ഈ കൈലാസം നിൽക്കുന്നത് ഇങ്ങനെ മൗണ്ടൻസ് നിൽക്കുന്ന ഒരു താമരപ്പുമാരി നിൽക്കുന്നു. അതിൻ്റെ ഇതെന്നാണ് ഇത് മുകളിലേക്ക് വരുന്നത്. അതിൻ്റെ പിൻഭാഗത്തൊക്കെ പർവ്വതങ്ങളാണ്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ ദൂരെ നിന്നുള്ളൊരു വ്യൂല്, അതായത് ഈ വ്യൂ കിട്ടണമെങ്കിൽ സറിയും നിരപ്പിൽ നിന്ന് നോക്കിയാൽ ഈ താമരപ്പൂവിൻ്റെ ആകൃതിയാണ്. അതായത് മലകൾക്ക് എതളുകൾ നിൽക്കുന്ന മാതിരി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത് മുകളിലെത്തുന്നു. അപ്പോഴാണ് ഞാൻ മറ്റാൾ പകുതി വെച്ച് അവസാനിപ്പിച്ചു. മുകളിലെത്തി അപ്പോൾ ഒരു സ്റ്റെപ്പ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 70 ഫീറ്റ് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ആകാശം ചുംബിച്ച മാതിരി നിൽക്കുന്നു. ഇതിൽ പല ഭാവങ്ങളുണ്ടായി. ആദ്യം കാണുമ്പോൾ ഒരു ജെറ്റ് ബ്ലാക്ക് കളറിലാണ്, പിന്നെ അത് മഞ്ഞും മുടി മാതിരിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഒരു കുറച്ച് ഇതിന് ശേഷം ഗോൾഡൻ കളറിലാണ്. അപ്പോൾ ഈ ഗോൾഡൻ കളറിൽ ഞാൻ അന്ന് ശ്രദ്ധിച്ചപ്പോൾ എന്നാൽ ചുറ്റുള്ള പർവ്വതങ്ങൾക്കൊന്നും ഗോൾഡൻ കളറില്ല ഇല്ല. അപ്പോൾ പോക്കുവെയിലിൻ്റെ സമയമാണെങ്കിൽ അങ്ങനെ സംഭവിക്കാം. അതല്ല എന്നുള്ളൊരു ഇതാണ് അതിൻ്റെ ഫാക്റ്റ്. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴും മുന്നോട്ട് പോകാനുള്ള അഭിവാഞ്ച അതിൻ്റെ അറ്റത്ത് എന്താണ്? അപ്പോൾ അഗാധമായ താഴ്വരയിൽ നിന്ന് കൈലാസം മുകളിലേക്ക് പൊന്തുന്ന ആ അവസ്ഥ കാണാൻ പറ്റുമെന്നുള്ളത് നോക്കാനാണ്. ആരെങ്കിലും കൈലാസത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അതില്ല. അത് ഒരു റെക്കോർഡിൽ അത് കാണുന്നില്ല. കാരണം പിന്നീട് എനിക്ക് മനസ്സിലായി, അതായത് നമുക്ക് കാല് ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഈ കൊടികളൊക്കെ വിരിച്ച് വെച്ചിട്ട് അടയാളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എന്തുകൊണ്ട് നമ്മുടെ കാല് ശൂന്യതയിൽ നിൽക്കുന്ന മാതിരിയുള്ള ഒരവസ്ഥയാണ് വരുന്നത്. മൂവ്മെൻ്റ് ഇല്ല. പിന്നീട് കെറി മൊറാൻ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷുകാരൻ്റെ പുസ്തകം വായിച്ചപ്പോഴാണ് 2-3 വർഷത്തിന് ശേഷം ഈ ഇത് മനസ്സിലാവുന്നത്. കാരണം അത്രയും ഏരിയയിൽ പ്രാണവായുവിനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. പ്രാണവായു ഇല്ല. അപ്പോൾ ഈ ഓക്സിജൻ ഇല്ലാത്ത പല സ്ഥലങ്ങളും ഹിമാലയത്തിലുണ്ടെന്ന് ഞാൻ എൻ്റെ പല കൃതികളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതേമാതിരിയുള്ള ഒരു ഏരിയയാണ് ഈ മോൾ ഭാഗം. അപ്പോൾ ഈ കെറി മൊറാൻ പറയുന്നത് ഓംകാരം കേട്ടു എന്നുള്ളൊരു അതാണ്. അത് ഞാൻ കേട്ടത് വളരെ വ്യക്തമായിട്ട് കേട്ടത് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ കെറി മൊറാൻ്റെ ബുക്ക് വായിച്ചപ്പോഴാണ് അത് ഓത്തൻറ്റിക് ആണെന്നുള്ള അറിയുന്നത്. അയാൾക്കും അത് അനുഭവപ്പെട്ടു. കാരണമല്ല, ഈ മൊറാൻ പറയുന്നത് ഈ പർവ്വതം സ്പന്ദിക്കുന്നു ഒരു ഏരിയയിൽ. അപ്പോൾ നമുക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത നിരവധി അനുഭവങ്ങളുടെ ഒരു കൂടാരമാണ് കൈലാസം. അപ്പം നമുക്ക് ആ സ്പന്ദനങ്ങളിലേക്ക് വീണ്ടും മടങ്ങി വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ചായക്കൂട്ടിലേക്ക് തിരികെ വരാം. അപ്പോൾ കൈലാസം കണ്ട ഒരവസ്ഥ അത് ആ പുസ്തകത്തിൽ കൃത്യമായി വർണ്ണിച്ചിട്ടുണ്ട്. അത് വായിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക, അത്രയും ഒരു മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും നൂൽപാലത്തിലൂടെ സഞ്ചരിച്ച് അവിടെ എത്തി. അപ്പോൾ എങ്ങനെയാണ് ഈ യാത്രയെ മനസ്സിലാക്കുന്നത്? അതായത് ഏത് സമയത്തും നമ്മുടെ നേരെ മരണം കടന്നു വരാം. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെ ഇടയിലുള്ള ഒരു നൂൽപാലമാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള യാത്രകൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്താണ്? അത് കൺമുന്നിൽ കണ്ടുണ്ടോ മരണം? നിരവധി സന്ദർഭങ്ങളിൽ ഒരു വളരെ ഞെട്ടിയ ഒരു രക്ഷപ്പെടലുകളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. അത് പ്രത്യേകിച്ച് ഒരെണ്ണം ഈ ദേവഭൂമിയിലൂടെ എന്നുള്ള 4ാമത്തെ ബുക്കിൽ പറയുന്നുണ്ട്. ഞങ്ങൾ മടക്കയാത്രയാണ്. അപ്പം സാഗരം പോലെ കിടക്കുന്ന മഞ്ഞുഭൂമിയാണ്, താഴോട്ട് കുത്തനെ ഇറക്കാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ഇന്ദ്രിയ സംജ്ഞ കിട്ടുന്നു. അതിന് ഒരു ഇന്ത്യ നമ്മുടെ മനസ്സിൽ അതാ ഒരു സാധാരണ ഈ മഞ്ഞുഭൂമി കൂടെ നടക്കുമ്പോൾ പലപ്പോഴും എനിക്കുണ്ടായിട്ടുണ്ട്. സംബഡി ഈസ് വിസ്പറിങ് ഇൻ മൈ ഇയർ, ആ നിലയ്ക്കാണത്. അപ്പോൾ അതിൻ്റെ പിന്നാലെ എൻ്റെ കൂട്ടുകാർ പിന്നിൽ നിന്ന് ഉറക്കെ പോകുന്നു.
അപ്പോൾ ഈ ഇൻഡ്യൂഷൻ കിട്ടിയ വഴിക്ക് തന്നെ ഞാൻ നിലത്ത് കിടന്നു. അതേ സെക്കൻഡിൽ ആണ് ഒരു 2 ആനയുടെയൊക്കെ വലിപ്പമുള്ള ഒരു മഞ്ഞുകട്ട എരമ്പി പാഞ്ഞ് പോവുകയാണ്. മേത്തൊക്കെ മഞ്ഞ് കല്ലിൻ്റെ പൊടിയൊക്കെ ആവുന്നുണ്ട്. ഇനിയില്ലയെന്ന് ഉറപ്പായപ്പോൾ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു 3000-4000 അടി താഴെയുള്ള അഗാധമായ താഴ്വരയിൽ ഒരു പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് ഇത് പോയി ഇങ്ങനെ വിലയിക്കുകയാണ്. മഞ്ഞുകട്ട ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിൽ പറയുന്നതായിട്ട് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇല്ല സമയമായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഇത്തരം പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാനിനി വേറൊരു ചോദ്യമാണ്, അതായത് ഇപ്പോൾ കൈലാസത്തിലും ഹിമാലയൻ യാത്രകളെക്കുറിച്ചും പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ളവരെക്കാളും കൂടുതൽ അറിവ് വിദേശീയർക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും അവർ ഹിമാലയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ പലരും അതിന് അല്ലെങ്കിൽ പഴയ വേദാന്തം അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പഴയത് എന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന ഒരു പ്രവണതയും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ വിദേശീയരുടെ ഒരു ഹിമാലയൻ യാത്രകളെക്കുറിച്ചും ഒരുപാട് വിദേശികൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവുമല്ലേ യാത്രകൾ. അപ്പോൾ അവരുടെ ഒരു അനുഭവങ്ങൾ എന്താണ്? ഈ പല മിക്കവാറും കണ്ടുമുട്ടുമ്പോൾ ഇവരോടൊക്കെ സംസാരിക്കാറുള്ളൊരു വിഷയം, ഇവരുടെ നാട്ടിലും മഞ്ഞുഭൂമികളുണ്ട്. ഇപ്പോൾ യൂറോപ്പിലാണെങ്കിൽ ആൽപ്സ് ഉണ്ട്, കനഡിയൻ അല്ലെങ്കിൽ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലും കൊടും മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതല്ലാത്ത അവിടെ നിന്ന് കിട്ടാത്ത എന്ത് എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ വളരെ പ്രോംപ്റ്റായിട്ട് അവർക്ക് റിപ്ലൈ തരാൻ പറ്റും. അതായത് ആൽപ്സിലേക്ക് പോകുന്നു, ആൽപ്സ് കാണുന്നു, അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ള വൃത്തികേടുകൾ മുഴുവൻ കണ്ട് മടുത്ത് തിരിച്ചു പോരുന്നു. ഒരിക്കൽ പോലും രണ്ടാമതൊരിക്കൽ അങ്ങോട്ട് ചെല്ലണമെന്ന് പിന്നെ തോന്നാറില്ല. ബട്ട് ഒരു പ്രാവശ്യം ഹിമാലയത്തിലേക്ക് വന്നാൽ ആ ഒരു മാസമോ അല്ലെങ്കിൽ ഒരു 40 ദിവസമോ ഇവിടെ താമസിച്ച് നദികളിൽ കുളിച്ച് നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിച്ച് യോഗ മെഡിറ്റേഷനൊക്കെ അഭ്യസിച്ച് ഒരു 1.5 മാസം കൊണ്ട് ഇവർ തിരിച്ചു പോകുമ്പോൾ എല്ലാ വിധത്തിലുള്ള ദുശീലങ്ങളും, മദ്യപാനം, സ്മോക്കിംഗ്, ഇതൊക്കെ നിർത്തി അങ്ങനെയാണ് ഇവർ പോകുന്നത്. അപ്പോൾ അടുത്ത കൊല്ലം അതേ സമയമാകുമ്പോൾ ഇവർ 10 ആൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നത് 100 ആളാണ്. ഇങ്ങനെ ഓരോ കൊല്ലം അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ള ലക്ഷങ്ങളാണ് ഹിമാലയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വെസ്റ്റേൺ വിദേശികൾ. നമ്മുടെ ആൾക്കാർക്ക് ഒരു ഹിമാലയൻ ട്രെൻഡ് ഈയിടെയായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു കോൾ ഉണ്ട്, വടക്കാഞ്ചേരിയിൽ നിന്ന് രമ്യയാണ്. ഹലോ രമ്യ. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. നമസ്കാരം സർ. നമസ്കാരം. ഞാൻ രമ്യാണ്, തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. സാറിന്റെ 4 പുസ്തകങ്ങളും ഞാൻ പലതവണ വായിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റു പ്രസിദ്ധീകരണങ്ങളിൽ സാർ എഴുതുന്ന ലേഖനങ്ങളും തേടി പിടിച്ച് വായിക്കാറുണ്ട്. ഒന്നും വിട്ടുകളയാറില്ല കേട്ടോ. സാറിന്റെ ബുക്കുകൾ വായിക്കുമ്പോൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ആത്മീയതയെ തൊട്ടുണർത്തുന്ന പുതിയ പുതിയ അറിവുകളാണ് ഞങ്ങൾ വായനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അറിവുകൾ നമ്മുടെ മലയാളികൾക്കിടയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. അത് മറ്റുള്ള ഭാഷകളിലേക്ക് മൊഴിമാറ്റം അടുത്ത് പ്രതീക്ഷിക്കാമോ? മൊഴിമാറ്റം നടക്കുന്നുണ്ട്. അത് മിക്കവാറും തപോഭൂമി ഉത്തരാഖണ്ഡായിരിക്കും ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ വരാം. തുടർന്ന് മറ്റു വർക്കുകൾക്കുമുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്രയും ഒരു സംതൃപ്തിയും ഇതൊക്കെ നിങ്ങൾക്ക് വായനക്കാർക്ക് ഉണ്ടായി എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വിളിച്ചതിന് വളരെ നന്ദി. നന്ദി രമ്യ. അപ്പോൾ നമുക്ക് ഈ വിദേശിയുടെ ഇതിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ ഇന്ത്യക്കാർ മനസ്സിലാക്കുന്നതിൽ കൂടുതൽ പലപ്പോഴും വിദേശീയർ അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ നോട്ടത്തിൽ അപ്പം ഇവിടെ വന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ബാറ്ററി ചാർജ് ചെയ്ത പോലെ എനർജൈസർ ആവുന്നു, വീണ്ടും ഇങ്ങോട്ട് വരാൻ തോന്നുന്നു, വീണ്ടും വരാൻ തോന്നുന്നു, വന്നാൽ തിരിച്ചു പോകാൻ തോന്നുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ളതാണ്. അപ്പോൾ ഇവർ ഇത്രയും വലിയൊരു ഫ്ലോ വിദേശത്ത് നിന്ന് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ ഇവിടെ വന്ന് വെസ്റ്റേൺ റൈറ്റേഴ്സും സഞ്ചാരികളും സഞ്ചരിച്ച് ഈ ഹിമാലയം മുഴുവൻ സഞ്ചരിച്ച് അവർ ട്രാവലോഗ്സ് എഴുതിയിട്ടുണ്ട്. അവർ ഇതൊക്കെ അവരുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞിട്ടുണ്ട്.
ഇന്ത്യയിൽ വന്ന് സഞ്ചരിച്ച് ഇന്ത്യൻ സമതലങ്ങളിൽ കൂടെ വരെ സഞ്ചരിച്ച് ദിവ്യ യോഗികളെയും യോഗീശ്വരന്മാരെയും കണ്ട് അനുഭവങ്ങൾ പങ്കിട്ട ബുക്കാണ് പോൾ ബ്രണ്ടൻ്റെ സെർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യ. അപ്പോൾ ഇത്തരത്തിലുള്ള ബുക്കുകൾ വലിയ സ്വാധീനം വെസ്റ്റേൺ കൺട്രീസിൽ ഉണ്ടാക്കുന്നുണ്ട്. ഡോക്ടർ ബ്രിയാൻ വീസിൻ്റെ ഭാരതീയ വേദാന്തത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പുനർജന്മ സിദ്ധാന്തം ആവിഷ്കരിക്കുന്ന ബ്രിയാൻ വീസിൻ്റെ കൃതികൾ. അപ്പോൾ ഇതൊക്കെ വലിയൊരു ചേഞ്ച് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ലക്ഷക്കണക്കിന് അത് ഓരോ കൊല്ലം. പക്ഷെ നമ്മൾ നമ്മുടെ ഫിലോസഫീനെ നമ്മുടെ ഒരു ചരിത്രപരതയൊക്കെ മാനിക്കുന്നുണ്ടോ കൂടുതൽ ആളുകൾ? അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങോട്ടൊരു നോട്ടം, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ളൊരു ഫീലും ഉണ്ടോ നമ്മുടെ ആളുകൾക്ക് കൂടുതലും? എല്ലാവരും ഒന്നും പറയുന്നില്ല. അല്ല, ഹിമാലയത്തിനല്ല, ഇപ്പൊ ഇവിടെ നിന്നുള്ള ആളുകൾക്ക് കൂടുതൽ നന്നായി തോന്നുന്ന വെസ്റ്റേൺ ഫിലോസഫീസ് ആണ് അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഏതാണ്ട് എല്ലാവർക്കും അറിയാം, ഈ ലോകത്തിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള സംസ്കാരം ഭാരത സംസ്കാരമാണ്. എത്രയോ വർഷം പഴക്കാൻ പോലും ഇപ്പോഴും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണത്. തന്നെയല്ല, കൂടുതൽ ഭാരതീയ വേദ പുരാണ ഇതിഹാസങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലും തോറും ഈ വെസ്റ്റേൺ ഇൻ്റലക്ച്വൽ ഫെലോസിനും സയൻറ്റിസ്റ്റുകൾക്കും ഒക്കെ അത്ഭുതം ഏറിക്കൊണ്ടുവരാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ 3ാമത്തെ ബുക്കിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ കണികാ പരീക്ഷണം സ്വിറ്റ്സർലൻഡ് നടക്കുന്നു, ഗോഡ്സ് പാർട്ടിക്കിൾസ്, ദൈവകണങ്ങളെ തേടിയുള്ള അന്വേഷണമാണത്. ഈ ദൈവകണങ്ങളെ തേടിയുള്ള അന്വേഷണത്തിൻ്റെയൊക്കെ ആരംഭം ഭാരതീയ വേദാന്തമാണ്. അപ്പോൾ ഇനി ഇതിൽ ഏറ്റവും രസമായിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ, ഇത്രയും വലിയൊരു സംഭവം സ്വിറ്റ്സർലൻഡിൽ നടക്കുക, പക്ഷേ നമ്മുടെ ഭാരതത്തിൽ ഇതിൻ്റെ ആവിർഭാവം, ഇതിൻ്റെ പ്രഭവസ്ഥാനം ഭാരതമാണ്. ഇതിലത്തെ പ്രജകൾക്ക് ഇതേക്കുറിച്ചൊരു സമഗ്രമായിട്ടുള്ള അറിവില്ല. തന്നെയല്ല, പലർക്കും പുച്ഛാണ്. ഈവൻ ക്രിയായോഗ ശാസ്ത്രം ഇറ്റ്സ് എ സയൻസ്, പ്യുവർ സയൻസ് ആണത്. അതിനെ വരെ പുച്ഛിച്ച് സംസാരിക്കുന്ന മീഡിയകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശരിക്കും അറിവില്ലായ്മ തന്നെയാണ്. നമുക്ക് ഒരു കോൾ കൂടിയുണ്ട് സാർ. ഹലോ 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 ആരാണ്? നമസ്കാരം, ഞാൻ ഹരിയാണ്, ട്രിവാൻഡ്രത്തുനിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. നമസ്കാരം. ഹരി പറയൂ. നമസ്കാരം സാർ. ആദ്യം എനിക്ക് സാറുമായിട്ട് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി തന്ന ദൂരദർശനോട് എന്റെ നന്ദി അറിയിക്കുന്നു. ഓക്കെ. രത്തൻ സാറിന്റെ 4 പുസ്തകങ്ങളും ഞാൻ വളരെ പല തവണ വായിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ 4 പുസ്തകങ്ങളും എനിക്ക് ആത്മീയ ഗ്രന്ഥങ്ങളാണ്. ഈ അവസരത്തിൽ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, താങ്കളുടെ 4 ഗ്രന്ഥങ്ങളിലും അമാനുഷികമായ ശക്തികളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടല്ലോ. ഈ പലപ്പോഴും 4 പുസ്തകത്തിലുണ്ട്. അപ്പോ ഈ ഇടയ്ക്ക് ഞാൻ ചില ഒറ്റപ്പെട്ട വ്യക്തികളിൽ നിന്ന് ചില വിമർശനങ്ങൾ, ഇത് സാങ്കല്പികമായ കഥ മാത്രമാണ്, ഇതൊന്നും വെറുതെയാണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ളൊരു വിമർശനം കേട്ടു. അത് സാധാരണ ജനങ്ങളിൽ നിന്നല്ല കേട്ടത്. ആത്മീയ പ്രഭാഷണം നടത്തുന്നതും താങ്കളെ പോലെ ഹിമാലയ മലനിരകളിൽ പലതവണ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ വിമർശനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വിമർശനങ്ങളെ താങ്കൾ എങ്ങനെയാണ് ഈ വിമർശനങ്ങളോട് പ്രതികരിക്കുന്നത്? അറിഞ്ഞിട്ടുള്ള ഹരി, കാളിദാസന്റെ ഒരു ശ്ലോകശകലുണ്ട്, ഭിന്നരുചിഹി ലോക. ജനങ്ങൾ ഭിന്നരുചിക്കാരാണ്. ഒരാൾക്ക് വിശ്വാസം ഉണ്ടോ വിശ്വാസം ഇല്ലയോ, അതിനൊന്നും അതൊന്നും നമ്മുടെ വർക്കിൽ പെട്ടതല്ല. നിങ്ങൾക്ക് വിശ്വാസിയാവാം, വിശ്വാസം അല്ലാണ്ടിരിക്കാം, നിങ്ങൾക്ക് വിമർശിക്കാം, വിമർശിക്കാതിരിക്കാം. ഒരു ഗ്രന്ഥകാരനെ സംബന്ധിച്ചിടത്തോളം കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം നടത്തുമ്പോൾ നമുക്കത് അപ്രീഷിയേറ്റ് ചെയ്യാം. നേരെ മറിച്ച് മറ്റ് രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ വ്യക്തിവിരോധങ്ങളും അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് മാറും. അപ്പോൾ ഹിമാലയത്തിലെ അമാനുഷ സാന്നിധ്യങ്ങളും മറ്റേ കുറിച്ചിട്ടുള്ളതൊക്കെ ഇതൊന്നും ഞാൻ എഴുതുന്നതിനൊരു 200-250 വർഷം മുമ്പ്, ഇപ്പം ഞങ്ങളതാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ വെസ്റ്റേൺ ട്രാവലേഴ്സും അങ്ങനെയുള്ള ഒരു ഗ്രേറ്റ് റൈറ്റേഴ്സൊക്കെ എഴുതി കഴിഞ്ഞിട്ടും ഉള്ള വിഷയങ്ങളാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ അനുഭവങ്ങൾ പ്രസിദ്ധീകരിച്ച് ഈ പെരിനിയൻ ഫിലോസഫി എന്നൊക്കെ പറഞ്ഞുള്ള പുസ്തകമൊക്കെ ഇറങ്ങിയിട്ട് 200 വർഷമായി. മനസ്സിലായോ? ഭാരതീയ ഇത്തരത്തിലുള്ള യോഗിമാരെയും അപ്പോൾ ഇത് അറിയാത്ത ആൾക്കാർ വലിയൊരു വിഭാഗമുണ്ട്. അപ്പോൾ ഹിമാലയ യാത്ര നടത്തുന്നവരും മറ്റേ അങ്ങനെയുള്ള ആൾക്കാരോ മറ്റോ ആധ്യാത്മിക ആചാര്യന്മാരോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് അവർക്ക് അനുഭവം ഉണ്ടാവില്ല. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് അതേക്കുറിച്ചുള്ള യാതൊരു അറിവുമില്ല. അവർക്ക് ഗഹനമായൊരു അറിവ് അവർക്ക് ആ വിഷയത്തിൽ ഉണ്ടാവില്ല.
അപ്പോൾ ഹരി അതുകൊണ്ട് നന്ദി, ഹരി. വറി ചെയ്യണ്ട. താങ്ക് യു വെരി മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു വിഷയമാണല്ലേ. ശരിക്കും ആളുകൾ ഇപ്പോൾ ഇതൊരു അനുഭവ സാക്ഷ്യമാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ വിമർശിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടില്ല. ഇങ്ങനെ ഒരു കാൽനടയായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാതെ അവർ വിമർശിക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ അനുഭവം നേടാൻ വളരെ കുറച്ച് പേർക്ക് പറ്റുള്ളൂ. ഇത് ചോദിക്കാനുള്ള ഒരു റീസൺ, നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് വീണ്ടും വരികയാണ്. ക്രിയായോഗം അല്ലെങ്കിൽ ക്രിയായോഗത്തിനെ കുറിച്ച് ഒരു യോഗിക് പ്രാക്ടീസ് അല്ലേ ഇത്? എന്തിനാണ് ഹിമാലയത്തിൽ പോകുന്ന സമയത്ത് ഒരു യോഗിക് പ്രാക്ടീസിൻ്റെ ആവശ്യകത? അത് വളരെ ആപ്റ്റായിട്ടുള്ള ചോദ്യം, ആപ്റ്റാണ്, സമ്മതിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ക്രിയായോഗം ഒരു സയൻസാണത്. പലരും ധരിച്ചിട്ടുള്ള പോലെ പതഞ്ജലി മഹർഷി എഴുതിയുണ്ടാക്കിയതല്ല ക്രിയായോഗം. 4 വേദങ്ങളിലുണ്ട്. പിന്നീട് വന്ന് ബ്രാഹ്മണങ്ങൾ, സംഹിതകൾ, ആരണ്യങ്ങൾ, ഉപനിഷത്തുകൾ, പിന്നീട് വേദവ്യാസിൻ്റെ ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, ഭാഗവതം, 18 പുരാണങ്ങൾ, ഇതിഹാസ കൃതികൾ, ഇതിലൊക്കെ ഈ സയൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ സയൻസ് തന്നെയാണ് ഭാരതീയ വേദാന്തം ക്രോഡീകരിച്ചപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പലതയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ പ്യുവർ സയൻസാണത്. പലരുടെയും ധാരണ, അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു അബദ്ധം ഞാൻ കാണുന്നത്, ക്രിയായോഗം എന്ന് വിചാരിച്ചാൽ കുറേ ഫിസിക്കലായിട്ട് കുറേ എക്സസൈസ് ചെയ്യുക, കുറേ ആസനങ്ങൾ, മുദ്രകൾ, പോസുകൾ, ഇതൊക്കെയാണെന്നാണ് എല്ലാവരുടെയും ധാരണ. പക്ഷേ യഥാർത്ഥത്തിൽ അതൊക്കെ ഒരു 20% ഉള്ളൂ കണക്റ്റഡ് വിത്ത് യുവർ ഫിസിക്കൽ ബോഡി. ബാക്കി 80% കിടക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ദൈവകണങ്ങൾ എന്ന് പറഞ്ഞ ന്യൂക്ലിയർ ബോഡി ഉണ്ടല്ലോ. നമുക്കൊരു കോൾ കൂടിയുണ്ട് സാർ, നമുക്കത് എടുക്കാം. ഹലോ. ഹലോ, ആരാണ്? എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. മിനി എന്നാണ് പേര്. ഓ, സാറിനോട് സംസാരിച്ചോളൂ. ഹലോ. ഹലോ സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്ത് ചെയ്യുന്നു മിനി? ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഓഫീസറാണ്. ഓക്കെ. ഞാൻ സാറിന്റെ ബുക്കുകളെല്ലാം തന്നെ വായിച്ചിട്ടുള്ള ആളാണ്. ഭൂമി ഉത്തരകം ഒത്തിരി പ്രാവശ്യം. ഈ അടുത്ത കുറിച്ച് സൂചന തന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. ഒരു അടുത്ത കൃതി രചനയെ കുറിച്ച് ഒരു ഫുട് നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. സബ്ജക്ട് എന്തായിരിക്കും സർ? ഉടനെ തന്നെ കാണുമോ അത്? സബ്ജക്റ്റ് ദേവഭൂമിയിലുള്ള തുടർന്നുള്ള യാത്രകൾ തന്നെയാണ്. അതിൽ പല ജേണി നടത്തി കഴിഞ്ഞിട്ടുള്ളതാണ്. അത് ഇനിയും ഇപ്പോൾ 2 ജേണി പിന്നെ ഈ ബുക്കിന് ശേഷം നടത്തിയിട്ടുണ്ട്. ബാക്കി അടുത്ത ഈ വർഷം തന്നെ നടത്തി മിക്കവാറും ഇതിൻ്റെ രചനയിലേക്ക് 1 വർഷം കൊണ്ടൊക്കെ വന്ന് പൂർത്തിയാക്കാൻ ട്രൈ ചെയ്യുന്നു. അപ്പോൾ നന്ദി മിനി. അപ്പോൾ നമ്മുടെ ഈ ചർച്ച ഒരു അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ പറയുന്ന ഒരു സഞ്ചാരങ്ങളുടെ ഇതിൽ എപ്പോഴും ഒരു യോഗിക് പ്രാക്ടീസിൻ്റെ ആവശ്യമാണ് നമ്മൾ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞു വന്ന വ്യത്യാസം എന്താ വെച്ചാൽ, ഇതല്ല യഥാർത്ഥ ക്രിയായോഗം. അത് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിനെ ഇണക്കിയെടുക്കുകയാണ്. റാദർ യു ആർ ടൈമിങ് യുവർ ന്യൂക്ലിയർ ബോഡി. ഈ ന്യൂക്ലിയർ ബോഡിയാണ് ഇപ്പോൾ ഈ സയൻറ്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റൈനും ഇവരൊക്കെ തുടങ്ങിയത് കണികാപരീക്ഷണം വരെ എത്തി നിൽക്കുന്നത്. എന്തിന് ലേറ്റസ്റ്റ് ആയിട്ട് ഈ വർഷത്തെ നോബൽ സമ്മാനം കിട്ടിയത് ഈ പീറ്റർ ഹിഗ്സ് ആൻഡ് ഫ്രാങ്കോയിസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഒരു ബെൽജിയക്കാരും ഒരു ഇംഗ്ലീഷുകാരാണ്. ദൈവകണങ്ങളെ തേടിയുള്ള അന്വേഷണത്തിനാണ് ഇവർക്ക് നോബൽ സമ്മാനം കിട്ടിയത്. അപ്പോൾ സയൻസ് ക്വാണ്ടം ഫിസിക്സിൻ്റെ ഒക്കെ ലെവലിൽ എത്തി എവിടെ നിൽക്കുന്നു? ഇതിന്റെ പ്രഭവസ്ഥാനമായ ഭാരതത്തില് ഇതൊക്കെ പുച്ഛണ്. ഇങ്ങനൊരു സയൻസ് ഇല്ലാന്നാ ചിലർ പറയുന്നു, ഇങ്ങനൊരു ശാസ്ത്രം ഇല്ലാന്ന് പറയുന്നു, സൂക്ഷ്മ ശരീരം ഇല്ലാന്ന് പറഞ്ഞിട്ട് ചിലർ നടക്കുന്നു. സയൻസ് ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇത് എവിടെ എത്തി നിൽക്കുന്നു ലോകം എന്ന് ആലോചിച്ച് നോക്കുക. മനസ്സിലായ? അപ്പോൾ നമ്മളുടെ കണ്ണുകളാണ് കൂടുതൽ തുറക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഹിമാലയത്തിലോട്ടും നമ്മുടെ പൈതൃകത്തിലേക്കും നമ്മുടെ ഉള്ളിലേക്കും. അപ്പോൾ ഇനിയും ഈ നിത്യസഞ്ചാരിയുടെ യാത്രകൾ തുടരട്ടെ. ഇനിയും ഹിമാലയത്തിൻ്റെ ഇനിയും കാണാനുള്ള സ്ഥലങ്ങളിലേക്ക് ഇനിയും യാത്രകൾ നടത്താൻ പറ്റട്ടെ. ഇനിയും നമുക്ക് ഇതുപോലെയുള്ള പുസ്തകങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി സർ. നന്ദി, നമസ്കാരം. ചായക്കൂട്ടിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വേറൊരു ദിവസം മറ്റൊരു വ്യക്തിയോടൊപ്പം കാണാം. നമസ്കാരം.